തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, തൻ്റെ ശബ്ദം നല്ലതാണ്, ഡബ്ബിങ്ങിന് പറ്റുന്ന ശബ്ദമാണെന്ന് പറഞ്ഞു. ഇതുവരെ നമ്മളോട് ജീവിതത്തിൽ ആരും ആ കഴിഞ്ഞ 19 വർഷം പറയാത്തൊരു കാര്യം ആദ്യമായിട്ടൊരാൾ പറയാണ്. ജിസ് ജോയ് തിരക്കഥാകൃത്തായും സംവിധായകനായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും മലയാളത്തിൽ തന്റേതായ ഇടം സൃഷ്ടിച്ച കലാകാരൻ. മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്യുന്ന അല്ലു അർജുൻ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം നൽകി ശ്രദ്ധേയനായ ആൾ. ആര്യ 75-100 ദിവസം കേരളത്തിൽ നിറഞ്ഞു കളിക്കുന്നു. ഇതേ മൈമൂൺ തിയേറ്ററിൽ പോയിട്ടാണ് ഈ സിനിമ കാണുന്നത്. ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. ദൈവം, ഞാൻ ഡബ്ബ് ചെയ്തത്, ഞാനിങ്ങനെ മനസ്സില്ലാതെ ഡബ്ബ് ചെയ്തതൊക്കെ ആൾക്കാർ വലിയ രീതിയിൽ ചിരിക്കുകയും ക്ലൈമാക്സ് ഒക്കെ ഒത്തിരി ചെയ്യാനുള്ളതായിരുന്നു. അതായത് ചിരിച്ചുകൊണ്ട് അല്ലു അർജുൻ കരയുന്ന ടൈപ്പ് ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. കലാരംഗത്ത് താൻ കടന്നു വന്ന വഴികൾ വിവരിക്കുകയാണ് ജിസ് ജോയ്. ശ്രീനിവാസനും സാറും ലാൽജോ സാറും പരസ്പരം കാണുന്നു. അവർ വെറുതെ കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവർ രണ്ടുപേരും കണ്ടതും അങ്ങ് ചിരിക്കുകയാണ് കുറേ നേരം. ഡബ്ബിങ്ങിലെ അറിവുകളും നേരം പോക്കുകളും. ഡബ്ബിങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫാസിൽ സാർ ഇങ്ങനെ ഷോൾഡറിൽ തട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഒരു കഥാപാത്രമേ ഡബ്ബ് ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ സങ്കടം എന്ന് പറഞ്ഞു. സിനിമാ രംഗത്തെ സൗഹൃദങ്ങൾ. അങ്ങനെ പെർഫെക്റ്റ് സൈലൻസിൽ ഒരു പാട്ട് തുടങ്ങുകയാണ്. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്ത് ഞാൻ വിളിക്കും, നിന്നെ എന്ത് ഞാൻ വിളിക്കും എന്ന് പറയുന്ന പാട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നു. ഞാൻ ജയസൂര്യയുടെ കയ്യിൽ പിടിക്കുന്നു, ജയസൂര്യ എൻ്റെ കയ്യിൽ പിടിക്കുന്നു. അളിയാ, ഹിറ്റ്! ഫസ്റ്റ് കേൾവിയിൽ തന്നെ ഹിറ്റാണ് ഈ പാട്ട്. സംവിധായകന്റെ അനുഭവങ്ങൾ. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആസിഫിൻ്റെ മുഖത്ത് ഇപ്പം എൻ്റെ മുഖത്തുള്ള പോലത്തെ ഒരു ചിരി, മനോഹരമായ ചിരി വന്നു. എൻ്റെ കൈ നീട്ടി എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഷെയ്ക്ക് ഹാൻഡ് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഐ ഗെയിം ഇറ്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടാ, ഉഗ്രൻ. മറക്കാനാവാത്ത വ്യക്തികൾ. നിങ്ങളുടെ സിനിമയിൽ എന്തിനാണ് താങ്ക്സ് ടു സിദ്ദിഖ് ലാൽ എന്ന് ആദ്യം എഴുതി കാണിക്കുന്നത്? പലരും ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ അസിസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സിദ്ദിഖ് സാറിനോട് പറഞ്ഞു, സാർ ഇനി എങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സാറ് പറയണം, എനിക്ക് സാറ് എൻ്റെ മാനസ ഗുരുവാണ്. സംഭവങ്ങൾ. രാത്രി 10:30 ആയപ്പോൾ ലോഹിദാസ് സാറിൻ്റെ കോൾ വരികയാണ്. ഞാൻ കോൾ എടുത്തു. സാർ, താൻ ഉറങ്ങിയോ? അവനില്ല. സിനിമ കണ്ടോ? അവനെ കണ്ടു. ഇരുന്നാ വിളിക്കാൻ ഞാൻ ഇല്ല സാറേ, വിളിച്ചില്ല, ഇഷ്ടമായില്ലല്ലേ? ഞാൻ പറഞ്ഞില്ല സാർ, അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു വരുന്നുണ്ട്. പുള്ളി കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞു. ജിസ് ജോയ് തൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ഈ ഞാനും ജയസൂര്യയും ഞങ്ങളെ സയാമീസ് ഇരട്ടകൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സദാസമയവും ഒരുമിച്ച് നടക്കുന്ന, ഒരുമിച്ച് മിമിക്രി ചെയ്യാൻ വേണ്ടി പോകുന്ന അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു ഷോ, 2 ഷോ, 3 ഷോയൊക്കെ ചെയ്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്കൂട്ടറിലാണ് യാത്ര. അപ്പോൾ കേരളത്തിൻ്റെ ഒരുവിധം ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ ഓടിച്ചെത്താവുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഈ സ്കൂട്ടറിലാണ് പോകുന്നത്. അങ്ങനെ പോയി ഒത്തിരി എന്താ പറയുക, തരം ഭക്ഷണങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്, ഒത്തിരി തരം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ആ പ്രായത്തിൽ, ഈ പറയുന്ന ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാലോ, അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ജയസൂര്യയുടെ വീടിനടുത്താണ് MS തൃപ്പൂണിത്തുറ. നമുക്കറിയാം, വലിയ നടനാണ് അദ്ദേഹം. ഇന്നില്ല. അദ്ദേഹം താമസിച്ചിരുന്ന ജയസൂര്യയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ജയസൂര്യയോട് വല്ലാത്തൊരു വാത്സല്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഈ കച്ചേരികൾക്കും ഗീതാ പാരായണത്തിനൊക്കെ ആയിട്ട് കേരളത്തിലുടനീളമുള്ള അമ്പലങ്ങളിൽ ഉത്സവകാലത്തൊക്കെ മറ്റും പോകാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ അപ്പത്തിന് അദ്ദേഹം പറയും, നിങ്ങൾക്കിങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ജയസൂര്യ എന്ന് പറയുന്ന ഒരാളും എൻ്റെ വേറൊരു ഫ്രണ്ടും ഉണ്ട്, ഇവർ അവതരിപ്പിക്കുന്ന കോമഡി ഷോ, മിമിക്രി, 2 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ MS തൃപ്പൂണിത്തുറയുടെ റെക്കമെൻഡേഷനിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഓൾ കേരള, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ട്. വളരെ നന്ദിയോടുകൂടി ഈ സമയത്ത് MS തൃപ്പൂണിത്തുറയെ ഓർക്കുകയാണ്. ആ സമയത്ത് ഈ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടുക എന്ന് പറയുന്നത്, ഒരു ഇൻകം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കല ചെയ്യാൻ പറ്റുന്നു, ആളുകളുമായി സംവദിക്കാൻ പറ്റുന്നു. അവർ 2 പേര് മാത്രമുള്ളതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് മൈക്ക് സെറ്റോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകണ്ട, എല്ലാം അവിടെ ഉണ്ടാവും. മറ്റേതോ പരിപാടിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന മൈക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ 2 പേര് മാത്രം നിന്ന് ചെയ്യുന്നതിൻ്റെ ഒരു വല്ലാത്ത സ്നേഹവും ഒക്കെ ആൾക്കാരുടെ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നും സിനിമ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈ സ്റ്റേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ധൈര്യം വളരെയധികം പ്രയോജനം ചെയ്യാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു വലിയ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ജയസൂര്യ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ജയസൂര്യ 1-2 പടങ്ങളിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദോസ്ത് എന്നൊക്കെ പറഞ്ഞ പടത്തിലൊക്കെ. അങ്ങനെ ആ സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹം ഡബ്ബ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ വളരെ കുറച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ മാത്രമുള്ള ഒരു സമയം. അപ്പം ഞാൻ ഈ ജയൻ ഡബ്ബിങ്ങിന് പോകുന്ന സമയത്തൊക്കെ അവൻ്റെ കൂടെ ഞാനും പോകാറുണ്ട്.
എനിക്കും വല്ലാത്തൊരു ആഗ്രഹമുണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്നൊക്കെ. പക്ഷേ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ജയനോട് ഞാൻ പറയും, എടാ എനിക്കും കൂടെ ഒരു സ്പേസ് താ. അപ്പോൾ അവനെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അവനെന്നെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ എറണാകുളത്ത് ഇപ്പോൾ ഫോറം മോൾ ഇരിക്കുന്ന ആ സ്ഥലത്ത്, ആ പ്രദേശത്തായിട്ട് ഒരു സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സ്റ്റുഡിയോയിൽ ഒരു ഷോർട്ട് ഫിലിം ഡബ് ചെയ്യാനായിട്ട് ജയസൂര്യയെ വിളിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജയസൂര്യയുടെ കൂടെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ ഞാനുണ്ട്, ഓൾറെഡി ഉണ്ട്. അങ്ങനെ ജയൻ ഡബ്ബിങ്ങിന് വേണ്ടി കയറുന്നു. ജയൻ്റെ ഡബ്ബിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഒരു കഥാപാത്രത്തിനും കൂടെ വോയിസ് കൊടുക്കണം, തൻ്റെ കൂടെ വന്നിരിക്കുന്ന ഇയാൾ ഡബ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. ഞാൻ ചാടി വീഴുന്നു, ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ മൈക്കിൽ ഡബ് ചെയ്യുകയാണ്. ഒരു കഥാപാത്രത്തിൻ്റെ ഏതാനും ഒരു 1-2 പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഭയങ്കരമായ സന്തോഷമായിരുന്നു. കാരണം ആഗ്രഹിച്ചിരുന്ന ഒരു മേഖലയിലേക്ക് അപ്രതീക്ഷിതമായൊരു ദിവസത്തിൽ കൂട്ടുപോയതാണ് കൂട്ടുകാരന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അപ്രതീക്ഷിതമായൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ആ ഡബ്ബിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ പേരേ എനിക്കറിയില്ല, കാരണം അത് ഒരു സോ കോൾഡ് സംവിധായകനൊന്നുമല്ല, ഒരു ഷോർട്ട് ഫിലിം മാത്രം എടുക്കാൻ വന്നിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, തൻ്റെ ശബ്ദം നല്ലതാണ്, ഡബ്ബിങ്ങിന് പറ്റുന്ന ശബ്ദമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇതുവരെ നമ്മളോട് ജീവിതത്തിൽ ആരും ആ കഴിഞ്ഞ 19 വർഷം പറയാത്തൊരു കാര്യം ആദ്യമായിട്ടൊരാൾ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ നിറവിലുണ്ടായിരുന്ന ഒരു ദിവസം. പിന്നെ പയ്യെ 1-2 ഷോർട്ട് ഫിലിമുകളൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എറണാകുളത്താണെങ്കിൽ സീരിയലുകളുടെ കുത്തൊഴുക്കാണ്. എവിടെ നോക്കിയാലും സീരിയൽ ഷൂട്ട്, എല്ലാ സ്റ്റുഡിയോയിലും ഡബ്ബിങ് എന്നൊക്കെ പറയുന്നൊരവസ്ഥ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജയസൂര്യ ഡബ്ബിങ് ഓൾ ഓഫ് എ സഡൻ അങ്ങ് നിർത്താൻ തീരുമാനിച്ചു. ഇനി ഡബ്ബ് ചെയ്യുന്നില്ല. അപ്പോൾ ജയസൂര്യക്ക് ആ സമയത്ത് കോട്ടയം നസീറിൻ്റെ കറുകച്ചാലിലുള്ള ഒരു സമിതിയിൽ, മിമിക്രി ട്രൂപ്പിൽ അദ്ദേഹത്തിന് അവസരം കിട്ടി. അപ്പോൾ ജയസൂര്യ ഞങ്ങൾ ഒരുമിച്ചുള്ള ഈ 2 man ഷോ തൽക്കാലം ഒന്ന് അവസാനിപ്പിച്ചിട്ട് നസീർക്കയുടെ കൂടെ ചേരുകയാണ്. അപ്പോൾ നസീർക്ക് പറഞ്ഞു, എടാ 2 വഞ്ചിയിലും കൂടെ കാല് കുത്തിയാൽ ഒന്നും ആവത്തില്ല, അതുകൊണ്ട് നീ അഭിനയിക്കാൻ നടക്കുവാണെങ്കിൽ എന്തായാലും ഡബ്ബിങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ജയസൂര്യ അദ്ദേഹത്തിൻ്റെ ഗ്യാപ്പിലേക്കാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എറണാകുളത്ത് ശ്യാം സുന്ദർ എന്ന് പറയുന്ന അദ്ദേഹം ഇന്നില്ല. അദ്ദേഹം നടത്തിയിരുന്ന യന്ത്ര മീഡിയ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ത്രീ പോലത്തെ വലിയ സീരിയലുകൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന കമ്പനിയാണ്. ഒത്തിരി സീരിയലുകൾ, ശ്രീരാമൻ, ശ്രീദേവി, സ്വരരാഗം, ദുർഗ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് 500, 600, 700, 800 എപ്പിസോഡുകളൊക്കെ പോയിരിക്കുന്ന സീരിയൽസാണ്. അതിൻ്റെ ഒരു സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് 4 സ്റ്റുഡിയോസ് ചേരുന്ന ഒരു വലിയ ബംഗ്ലാവാണ്. ഒരു വലിയ ബംഗ്ലാവ് എടുത്തിട്ട് അവർ സ്റ്റുഡിയോ ആക്കി മാറ്റിയിരിക്കുകയാണ്. ആ ബംഗ്ലാവ് ഇരിക്കുന്നത് ഇന്ന് കൊച്ചിയിൽ റിനൈ മെഡിസിറ്റി ഇരിക്കുന്നതിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിലേക്ക് ആദ്യമായിട്ട് ജയസൂര്യ എന്നെ കൊണ്ട് ചെല്ലുന്നു. അവർ ഒരു കഥാപാത്രം ഡബ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അവിടെയും ഈ AR കാസിം എന്ന് പറയുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറും ജയൻ കുളിർമ 2 പേരാണുള്ളത്. ഇവരും എൻ്റെ ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട്, നിങ്ങൾ ഉറപ്പായിട്ടും വിളിക്കാം, നിങ്ങളുടെ ശബ്ദം ഡബ്ബിങ്ങിന് യോജിക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പോഴും നമുക്ക് ഭയങ്കരമായ ഒരു സന്തോഷം. പക്ഷേ ഇവർ വിളിക്കുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. പക്ഷേ പിറ്റേ ദിവസം രാവിലെ കൃത്യം 8 മണിയായപ്പോഴത്തേക്കും യന്ത്ര മീഡിയയിൽ നിന്ന് കോൾ വന്നു, നിങ്ങൾക്ക് ഡബ്ബിംഗ് ഉണ്ട്, ഇന്ന് 11 മണിയാകുമ്പോൾ വരണം എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയ ഒരു പ്രയാണമാണ് എൻ്റെ ഈ ഡബ്ബിംഗ് എന്ന് പറയുന്നത്. കാരണം യന്ത്ര മീഡിയ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി സീരിയൽസ് നടക്കുന്ന ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ നമ്മളൊരു തൊഴിലാളിയായിട്ട് ചെല്ലുക. രാവിലെ 11 മണിക്ക് കയറിയാൽ രാത്രി 12 മണി വരെ ഡബ്ബിങ്ങാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ നരേന്ദ്രപ്രസാദ് സാറ്, നെടുമുടി വേണുചേട്ടൻ, ക്യാപ്റ്റൻ രാജുചേട്ടൻ, ടോണി, സുധീഷ്, അല്ലെങ്കിൽ കുമരകം രഘുനാഥ്, അങ്ങനെ അന്ന് സീരിയലിൽ അഭിനയിച്ചിരുന്ന സിനിമയിലുള്ള NF വർഗീസ് ആയിക്കോട്ടെ, ജോസ് പല്ലിശ്ശേരി ആയിക്കോട്ടെ, ഒത്തിരി പേരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ ഷൂട്ടിങ്ങിൻ്റെ ഗ്യാപ്പിൽ ഡബ് ചെയ്യാനായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ അഭിനയിക്കുന്ന കലാകാരികൾ വരുമ്പോൾ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ, നമ്മൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ മാറിക്കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതൊരു വലിയ ബംഗ്ലാവാണ്. ആ ബംഗ്ലാവിൻ്റെ ലിവിങ് റൂമിലോ ബാൽക്കണിയിലോ നമുക്കിരിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെ അവിടെ തന്നെയാണ് ഫുഡ് പ്രിപ്പറേഷൻ. എല്ലാവരും ഒരുമിച്ചിരുന്നാണ്, ഒരേ ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന കുറേ ബന്ധങ്ങൾ. അപ്പം ഞാനന്ന് എനിക്കെത്ര വയസ്സ്, 21 വയസ്സ് കഷ്ടി. സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഇവരെയൊക്കെ അടുത്ത് പരിചയപ്പെടാനും അവരുടെയൊക്കെ ഓരോരുത്തരുടെ കഥകൾ കേൾക്കാനും, അവരുമൊക്കെ ആയിട്ട് ഈ പ്രായത്തിൻ്റെ വ്യത്യാസമൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറുമല്ലോ. ഒരു 10-15 ദിവസം സ്ഥിരമായിട്ട് കണ്ടു കഴിയുമ്പോൾ, ഇപ്പോൾ ലിജോ പല്ലിശ്ശേരിയുടെ ഫാദർ, ഒരുപക്ഷെ ലിജോ പല്ലിശ്ശേരിയുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ആ പരിചയത്തിലൊക്കെ എത്രയോ വലുതാണ് അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് എനിക്കുണ്ടായിരുന്നത്, അല്ലെങ്കിൽ NF വർഗീസ് സാറായിട്ടുണ്ടായിരുന്നത്, ക്യാപ്റ്റൻ രാജുചേട്ടനായിട്ടുണ്ടായിരുന്നത്,
നരേന്ദ്രപ്രസാദ് സാറ്, നെടുമുടി വേണുചേട്ടൻ, ഇതൊക്കെ ഇത്രയും ആളുകളെ അടുത്തറിയാനും, സുകുമാരിയമ്മ, കവിയൂർ പൊന്നമ്മ അടുത്തറിയാനും അവരൊക്കെ ആയിട്ട് ഒരു സൗഹൃദം സൂക്ഷിക്കാനൊക്കെ സാധിച്ചത് ഈ ഡബ്ബിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സീരിയലിൻ്റെ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച ടെലികാസ്റ്റ് ചെയ്യേണ്ട എപ്പിസോഡ് അറ്റ്ലീസ്റ്റ് 5 ദിവസം മുൻപെങ്കിലും ചാനലിൽ എത്തിയിരിക്കണം. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് ഇന്ന് ഷൂട്ട് ചെയ്തത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യുന്നു, ഇന്ന് തന്നെ മ്യൂസിക് ചെയ്യുന്നു, ഇന്ന് തന്നെ ഡബ്ബ് ചെയ്യുന്നു, ഇന്ന് രാത്രി 12 മണിക്കോ 1 മണിക്കോ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് കൊടുത്തു വിടുകയാണ്. നാളെ നമ്മൾ ചിലപ്പോൾ ഉറക്കം ഉണരുമ്പോഴത്തേക്കും അത് ടെലികാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സെൻസർ ചെയ്യാനുള്ള സമ്പ്രദായമൊന്നും അന്നില്ല. ടെലികാസ്റ്റിന് ഏതാനും മണിക്കൂർ, അരമണിക്കൂർ മുമ്പ് കിട്ടിയാൽ പോലും ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡുകളുണ്ട്. അപ്പോൾ അതൊരു ഇപ്പോൾ ആലോചിക്കുമ്പോൾ പേടിയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഡബ്ബ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണ്. നമുക്കറിയാം എത്ര ടേക്ക് വേണമെങ്കിലും മുറിച്ചെടുക്കുക. അന്ന് 2 ട്രാക്കേ ഉള്ളൂ. ഒരു ട്രാക്ക് മുഴുവൻ എഫക്ട്സിന് വേണ്ടിയിട്ടാണ്, സൗണ്ട് എഫക്ട്സ്. ഫോർ എക്സാമ്പിൾ ഒരാൾ നടന്നു വരുന്നതിൻ്റെ ഫുട് സ്റ്റെപ്സിൻ്റെ ശബ്ദം, അല്ലെങ്കിൽ കോളിമ്പൽ അമർത്തുമ്പോൾ അതിൻ്റെ ശബ്ദം, അല്ലെങ്കിൽ വാതിലടയ്ക്കുന്നതിൻ്റെ ശബ്ദം. ഒരു ട്രാക്ക് കംപ്ലീറ്റ് ഡബ്ബ് ചെയ്യുന്ന ആൾക്കാരുടെ, മനുഷ്യരുടെ ശബ്ദം. അപ്പോൾ അതിൻ്റെ ടെക്നീഷ്യൻസൊക്കെ വന്നിരുന്നത് ചെന്നൈയിൽ നിന്നാണ്. അപ്പോൾ ഒരു പഞ്ചൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരാൾ ഡബ്ബ് ചെയ്തതൊക്കെ മാഞ്ഞു പോകും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വാഴക്കാലയിലുള്ള, അതായത് എറണാകുളത്ത് വാഴക്കാല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മെട്രോ എന്ന് പറയുന്ന വലിയ സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോയിൽ ഒരിക്കൽ തിലകൻ ചേട്ടൻ ഡബ്ബിങ്. അപ്പോൾ തിലകൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഒരു പ്രത്യേക തരം പെരുമാറ്റമാണ്. ഉള്ളിൽ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. പക്ഷേ ചിലപ്പോൾ എടുത്തടിച്ച പോലെയൊക്കെ പറയും. എല്ലാവർക്കും സംസാരിക്കാനൊക്കെ പേടിയാണ് അദ്ദേഹത്തെ. ഞാൻ പറഞ്ഞല്ലോ, മറ്റു ആൾക്കാരൊക്കെ ആയിട്ട് സൗഹൃദമുള്ള അതേ സമയത്ത് തന്നെ തിലകൻ ചേട്ടനുമായിട്ട് നമുക്ക് പരിചയമുണ്ട്. അങ്ങനെ തിലകൻ ചേട്ടൻ ഒരു ഷോർട്ട് ഫിലിം നന്നായിട്ട് അഭിനയിച്ചിട്ട് അത് ഡബ്ബ് ചെയ്യാൻ വേണ്ടി വന്നു. അത് എങ്ങനെയോ ഒരു പുതിയ ടെക്നീഷ്യനാണ് ഇരുന്നത്. തിലകൻ ചേട്ടൻ പോയി തിരുവനന്തപുരത്തേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ തിലകൻ ചേട്ടൻ്റെ ശബ്ദം കംപ്ലീറ്റ് മാഞ്ഞുപോയി. അപ്പോൾ ആൾക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ട്. തിലകൻ ചേട്ടനെ വിളിച്ചിട്ട് തിലകൻ ചേട്ടൻ വോയിസ് മൊത്തം അത് ആ ഷോർട്ട് ഫിലിമിൽ ഡബ്ബ് ചെയ്ത് മുഴുവൻ മാഞ്ഞുപോയി. എന്തോ ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചതാണ്. അപ്പോൾ തിലകൻ ചേട്ടനോട് എങ്ങനെ പറയും എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് ഡയറക്ടറും പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറും ഒക്കെ നിൽക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സംഹൗ അദ്ദേഹത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അദ്ദേഹം വീണ്ടും വന്ന് ഡബ്ബ് ചെയ്തു. ഞാൻ പറയുകയാണ്, ഇന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ല. കാരണം ഇന്ന് നമ്മൾക്കങ്ങനെ മാഞ്ഞു പോകുന്നൊരു അവസ്ഥയില്ല. ഓൾറെഡി ടെക്നോളജിക്ക് അത്രയേറെ വളർന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഡബ്ബിങ്ങിലേക്കുള്ള എൻ്റെ ഒരു വരവും അതിൻ്റെ ഈ പറയുന്ന ഒരു ചങ്ങാത്തമൊക്കെ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഈ ഡബ്ബിങ്ങിൻ്റെ ആ യന്ത്രമീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാവുന്നതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള കുറേ ഓർമ്മകളുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ പറയാൻ പറ്റാത്തതാണ് കൂടുതൽ. കാരണം ഞാനിപ്പോഴും ആലോചിക്കാറ്, നമ്മൾ ഈ താരങ്ങളെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം അടുത്തറിയുന്നത് അവിടെ വെച്ചിട്ടാണ്. പക്ഷേ ഏതൊക്കെയോ ഒരു സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ താരങ്ങളെ എപ്പോഴും നമ്മളൊരു കയ്യകലത്തിൽ നിർത്തുന്നതാണ്, ഒരു കയ്യകലത്തിൽ കാണുന്നതാണ് എപ്പോഴും അതിൻ്റേതായ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഇതുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള കഥയല്ല കേട്ടോ ഈ പറഞ്ഞാലും, എന്നാലും പറയാണ്, ഒരു ദിവസം എന്നെ ഡബ്ബിങ്ങിനായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ മിമിക്രി ആണല്ലോ നമ്മുടെ പശ്ചാത്തലം. മിമിക്രിയിലൂടെ ആണല്ലോ ഡബ്ബിങ് നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങിയത്, സ്വപ്നം കാണാൻ തുടങ്ങിയത്. മിമിക്രിയിലൂടെയാണ് ഡബ്ബിങ്ങിലേക്ക് ഓഫ് കോഴ്സ് ജയസൂര്യ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീട് ഇരിക്കുന്നതിൻ്റെ 2 കിലോമീറ്റർ ചുറ്റുവട്ടത്താണ് എറണാകുളത്തെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റുഡിയോസും. ഇപ്പോൾ നിങ്ങൾക്കറിയാം വാഴക്കാല എന്ന് പറയുന്നൊരു സ്ഥലത്താണ് എൻ്റെ വീട്. വാഴക്കാലയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റുവട്ടത്താണ് എല്ലാ സ്റ്റുഡിയോസും. അപ്പോൾ എൻ്റെ വീട് അവിടെ ആയിരുന്നത് തന്നെ എനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് അന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം എപ്പോൾ വിളിച്ചാലും ഒരു വിളിപ്പുറത്ത് ഞാൻ അവൈലബിൾ. അത് ഏത് രാത്രിയാണെങ്കിലും, 12 മണിയാണെങ്കിലും 1 മണിയാണെങ്കിലും 2 മണിയാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ സ്റ്റുഡിയോയിലെത്തും. കാരണം നമുക്കന്ന് വേറെ ഒരു എൻഗേജ്മെൻ്റ് ഇല്ല, വേറെ സ്വപ്നമില്ല. ഇത് തന്നെയാണ് നമ്മുടെ ലോകം. ഈ ഡബ്ബിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയണം, ഇങ്ങനെ യന്ത്രമീഡിയയുടെ ഒരു സീരിയൽ 4 പേർക്ക് ഡബ്ബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 4 പേർക്ക് ഡബ്ബ് ചെയ്യാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല, നോ പറയാനുള്ള സാധ്യത അവിടെ ഇല്ല. 4 പേർക്ക് ഡബ്ബ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓക്കെ, നല്ല കാര്യം. അപ്പോൾ ഞാൻ 4 പേർക്ക് ഡബ്ബ് ചെയ്യാം. ജസ്റ്റ് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ എന്താണ് പ്രശ്നം? ഈ 4 പേരും ഇരിക്കുന്നത് ഒരു കോഫി ഷോപ്പിലാണ്. അതെങ്ങനെ? അതെ, ഈ 4 പേരും തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതാണ് ഇതിൻ്റെ സീൻ. അപ്പോൾ ഈ സീനിൽ അഭിനയിച്ചിരിക്കുന്ന ഈ 4 പേരാണ്.
അതിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നാരായണൻകുട്ടി ചേട്ടനുണ്ട് നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന, സുധീഷ് ചേട്ടനുണ്ട്, ഇപ്പോഴത്തെ ടോണി എന്ന് പറയുന്ന ആർട്ടിസ്റ്റുണ്ട്, ക്യാപ്റ്റൻ രാജു ചേട്ടനുണ്ട്. ഈ 4 പേരും ഒരു കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വന്നു പോകുന്നു, ഇരുന്ന് സംസാരിക്കുന്നു എന്നുള്ളത്. ആ 4 പേരും ഉണ്ട് ആ കോഫി ഷോപ്പിലെ സീനിൽ. ഈ 4 പേർക്കും ഇന്ന് രാത്രി ഡബ് ചെയ്യാൻ വരാൻ പറ്റില്ല. നാളെ ഉച്ചയ്ക്ക് 2:30 ടെലികാസ്റ്റ് ചെയ്യേണ്ട എപ്പിസോഡാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. രാത്രി 12:45 മറ്റോ ആയി. ഈ 4 പേർക്കും ഡബ് ചെയ്തു എന്നുള്ളതാണ്. വേറെ മാർഗ്ഗമില്ല. കഴിയുന്നത്ര ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വല്ലാതെ സഹായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം, എന്തിനോടും യെസ് പറയാനുള്ള ഒരു കാര്യമാണ്, ഒരു ധൈര്യമാണ്. യെസ് പറയാമെന്ന് പറയുന്നത് ഒരു ധൈര്യമാണെന്ന് പലപ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നവർക്കറിയാം. ചില കാര്യങ്ങളോട് നോ പറയണം, പക്ഷേ നമ്മളെ തേടി വരുന്ന ചില സാധ്യതകളോട് നമ്മൾ യെസ് പറയാൻ പഠിപ്പിച്ചിരിക്കുന്നത് തന്നെ ഈ ഡബ്ബിംഗ് തിയേറ്ററാണ്. അങ്ങനെ യെസ് പറഞ്ഞ് അല്ലെങ്കിൽ യെസ് പറയുന്ന ആൾക്കാരുടെ കൂടെയുള്ള ചങ്ങാത്തമൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങളിങ്ങനെ ഞാൻ ജയസൂര്യയും കൂടെ ചേർന്ന് എറണാകുളത്ത് ACVയിൽ ഏഷ്യനെറ്റ് കേബിൾ വിഷനിൽ ലൈവ് പ്രോഗ്രാംസ് തുടങ്ങുകയാണ്. അന്ന് കേരളത്തിൽ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാംസ് ഇല്ല. അപ്പോൾ ജയസൂര്യയാണ് ശരിക്കും അവൻ്റെ ആദ്യത്തെ ഒരാളെന്ന് പറയുന്നത്. ഞാൻ ഓഫ് കോഴ്സ് പിന്നാമ്പുറത്താണ്. ജയസൂര്യ ഇല്ലാത്ത എപ്പിസോഡുകളിലാണ് എനിക്ക് സാധ്യതയുള്ളത്. ഞങ്ങളന്ന് പാർട്ട്നേഴ്സാണ്. J&J മീഡിയ എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. ജയസൂര്യ ആൻഡ് ജസ് ജോയ് മീഡിയ എന്ന് പറഞ്ഞ ജോയിൻ്റ് അക്കൗണ്ടൊക്കെ ആദ്യമായിട്ട് തുടങ്ങുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഈ പരിപാടി വളരെ സക്സസ്ഫുള്ളായിട്ട് പോവാണ്. ജയൻ സംസാരിക്കുന്നത് വളരെ ദ ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന രീതിയിലാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു, അവർ തമാശകൾ പറയുന്നു, അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു, ഇന്ന് എന്താണ് അവരുടെ വീട്ടിൽ ഭക്ഷണം വെച്ചിരിക്കുന്നത്, എവറിത്തിങ് ഒരു ഞായറാഴ്ച ഷെയർ ചെയ്യണം. അങ്ങനെ ഈ പരിപാടി ഭയങ്കര ഹിറ്റായിപ്പോയിട്ടുണ്ടാവും. ഓൾ കേരള വേറെ ഒരു ചാനലിലും ലൈവ് പ്രോഗ്രാം ഇല്ലെന്ന് ആലോചിക്കണം. അതിങ്ങനെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു 1.5 വർഷം ആ പ്രോഗ്രാം ഇങ്ങനെ പോയി. അങ്ങനെ 2 പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. ഉച്ചയ്ക്കും ഒരു വൈകുന്നേരവും രാത്രി ഒരു 7:30ക്കും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ ആ പ്രോഗ്രാം നടക്കുന്നതിനിടയ്ക്കാണ് ഡയറക്ടർ വിനയൻ സാറിൻ്റെ മകൻ, അദ്ദേഹം വിനയൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനൊരു ന്യൂ കമ്മറിനെ അന്വേഷിച്ച് നിൽക്കുന്നുണ്ടല്ലോ സിനിമയിലേക്ക് കൊണ്ടുവരാൻ. ഇപ്പം TV വെച്ച് നോക്കിക്കോ, ഇപ്പം ഒരാളെ കാണാം, അദ്ദേഹം എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തെ. അങ്ങനെ വിനയൻ സാറിൻ്റെ മകനാണ് ജയസൂര്യ ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നത്, വിനയൻ സാറിന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വിനയൻ സാറിന് ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് ഒരു പുതിയ ഹീറോനെ വേണം. ഒരു പരിവേഷങ്ങളില്ലാത്ത അല്ലെങ്കിൽ പ്രതിച്ഛായകളില്ലാത്ത, നമുക്ക് മുൻ പരിചയമില്ലാത്ത ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ജയസൂര്യയെ കണ്ടപ്പോൾ വിനയൻ സാറിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം തന്നെ, എനിക്ക് പറഞ്ഞാൽ പിറ്റേ ദിവസമോ ആലപ്പുഴയിൽ രാക്ഷസ രാജാവ് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് ജയസൂര്യയെ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് പറയുകയാണ്, നീയാണ് എൻ്റെ അടുത്ത പടത്തിൽ ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അവന് എന്ത് കിട്ടിയാലും എനിക്കും കിട്ടിയ പോലെയാണ്. കാരണം അത്രയേറെ ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ദിവസങ്ങളിലുണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത്, കാരണം വിനയൻ സാറെന്ന് പറഞ്ഞാൽ കത്തി നിൽക്കുന്ന ഡയറക്ടറാണ്. ആ സമയത്ത് പ്രധാന നടൻ്റെയോ നടിയുടെയോ ഫോട്ടോ വെക്കുന്നതിനേക്കാളേറെ പോസ്റ്ററിൽ നിറഞ്ഞു നിൽക്കുന്ന വിനയൻ സാറിൻ്റെ ഒരു വിനയൻ ചിത്രം എന്ന് പറയുന്ന ഒരു ഇതാണ്. ആ വിനയൻ സാറിൻ്റെ ഏത് സിനിമ ചെയ്താലും ഹിറ്റാണ്. വാസന്തി ലക്ഷ്മി ഹിറ്റ്, എല്ലാ പടങ്ങളും ഹിറ്റാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം അദ്ദേഹമാണ് സിനിമയിലേക്ക് ഹീറോ ആയിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും അന്ന് മുതൽ എൻ്റെ സ്വപ്നം കാണാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ ഊമയായിട്ട് ജയസൂര്യ അഭിനയിക്കണം. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി പോകണം, എന്തെങ്കിലും ഒന്നും കാണിച്ചാൽ പോരാ. അങ്ങനെ ഞാനും ജയസൂര്യനും കൂടെ, എൻ്റെ ഒന്നുകിൽ അവൻ്റെ ഒരു കൈനറ്റിക് ഹോണ്ടയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ബജാജ് ചേതക്കുണ്ട്. ഈ വണ്ടികളിൽ ഇങ്ങനെ എറണാകുളത്തിൻ്റെ ഒരു 1.5 മണിക്കൂർ ചുറ്റുവട്ടത്തുള്ള പല കേന്ദ്രങ്ങളിൽ, പല മഠങ്ങളിൽ ഒക്കെ ഇത് പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. ജയസൂര്യ ശരിക്കും അതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ബോഡി വെയിറ്റ് കുറയ്ക്കാനും ഈ ഭാഷ പഠിക്കാനും ഒക്കെ. അങ്ങനെ പയ്യെ നമ്മളറിയാണ് കാവ്യ മാധവനാണ് ഇതിൽ ഹീറോയിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം കാവ്യ നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു നടിയാണ്, അത്രയും ഗ്രേസ്ഫുള്ളാണ്. കാവ്യനെയൊക്കെ ഒന്ന് അടുത്ത് കാണുക എന്ന് പറയുന്നത് തന്നെ അന്ന് ഞങ്ങളുടെയൊക്കെ ഒരു ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യം. അപ്പോൾ കാവ്യയെ നമ്മളെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ പോകുമ്പോൾ എന്നെയും കൂടെ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകും, കാരണം കാവ്യയുടെ കഥാപാത്രവും ഊമയാണ്. അങ്ങനെയാണ് ഞാൻ ജയസൂര്യ ആദ്യമായിട്ട് കാവ്യ മാധവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അപ്പോൾ അങ്ങനെ ഒരു താരത്തിൻ്റെ വീടാണെന്നോ, നിങ്ങൾ പുതിയ ആൾക്കാരാണെന്നോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ആ വീട്ടിൽ കാവ്യ ആയിക്കോട്ടെ, അച്ഛൻ, അമ്മ, കാവ്യയുടെ ബ്രദറുണ്ട് മിഥുൻ, ഇവരൊന്നും കാണിച്ചിട്ടില്ല. അവർ വളരെ ഞങ്ങളൊരു അടുത്ത സുഹൃത്തുക്കളെ പോലെ, അല്ലെങ്കിൽ പിന്നീട് അതൊരു സഹോദരങ്ങളെ പോലെ ആയി.
അങ്ങനെ കാവ്യയുമായി ഒത്തു യാത്ര ചെയ്ത് ഈ ഭാഷ പഠിക്കാൻ വേണ്ടി പോയ ഒത്തിരി കഥകൾ. അതിനൊപ്പം തന്നെ കാവ്യമാധവൻ ഒരു മാഗസിനിൽ കാവ്യ മാധവൻ സ്പീക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പങ്ക്തി, വളരെ പ്രശസ്തമായ ഒരു പത്രം, പത്രത്തിൻ്റെ വാരികയിലുള്ള ബാക്ക് പേജിൽ ഒരു പ്രധാന എപ്പിസോഡാണ് ഈ പറഞ്ഞ കാവ്യമാധവൻ സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ചോദ്യങ്ങൾ കാവ്യമാധവനോട് പ്രേക്ഷകർ ചോദിക്കും, അല്ലെങ്കിൽ ഇത് വായിക്കുന്നവർ ചോദിക്കും, അനുവാചകർ ചോദിക്കും. അതിനൊക്കെ മറുപടി കൊടുക്കണം. എങ്ങനെ? തമാശയിലൂടെ മറുപടി കൊടുക്കണം. അപ്പോൾ കാവ്യമാധവൻ ഒരു ദിവസം ജയസൂര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ജയേട്ടാ, അന്ന് ഈ ഊമപ്പണ്ണ് ഷൂട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ, ഷൂട്ടിങ്ങിന് പ്ലാനിങ് പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നേ ഉള്ളൂ. ചേട്ടാ ഒന്ന് വീട്ടിലേക്ക് വരാമോ, ഇങ്ങനൊരു പരിപാടി ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആൾക്കാർക്ക് രസകരമായ മറുപടി കൊടുക്കണം. അപ്പോൾ ജയൻ എന്നെ വിളിച്ചു, എടാ നമുക്ക് ഇന്ന് വൈകുന്നേരം കാവ്യയുടെ വീട്ടിൽ പോകണം, നമുക്ക്. അപ്പോൾ കാവ്യമാധവൻ സ്പീക്കിംഗ് എന്ന് പറയുന്ന പങ്ക്തിയിലേക്ക് മറുപടി കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ ഞാനും ജയസൂര്യയാണ് ഒത്തിരി നാൾ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം, ഇഷ്ടപ്പെട്ട മറുപടി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടുത്തടുത്ത പ്രസിദ്ധീകരണങ്ങൾ അങ്ങനെ വരും. അപ്പോൾ ഞങ്ങളത് ഒത്തിരി ആസ്വദിക്കുകയും ആ കുടുംബവുമായിട്ടും കാവ്യവുമായിട്ടും ഒക്കെയുള്ള ഞങ്ങളുടെ ഒരു സൗഹൃദം വളരെ ഊഷ്മളമാവുകയും ചെയ്തു. അങ്ങനെ വന്ന് ഊമപ്പെണ്ണ് ഉരിയാടാ പയ്യൻ എന്ന് പറയുന്ന സിനിമ ടൈറ്റിലായി. അതിൻ്റെ ഷൂട്ടിങ് തുടങ്ങാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള പൂജ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ഈ സിനിമ തുടങ്ങാൻ വേണ്ടിയിട്ട്. മോഹൻ സിതാരയാണ് മ്യൂസിക്, യൂസഫ് അലി കേച്ചേരിയാണ് വരികൾ, നമ്മുടെ PKR പിള്ളയാണ് ചിത്രം, വന്ദനം പോലത്തെ വലിയ പടങ്ങളെടുത്തിരിക്കുന്ന PKR പിള്ള സാറാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, ഷിർദി സായി ഫിലിംസിൻ്റെ ബാനറിൽ. അങ്ങനെ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിലേക്ക് ഞാനും ജയസൂര്യയും കൂടെ പോവുകയാണ്. അവിടെ ചെല്ലുന്നു. ഞങ്ങൾ പോകുന്നതിന് പ്രത്യേകതയുണ്ട്. ഞങ്ങൾ പോകുന്നത് KSRTC ബസ്സിലാണ്. എറണാകുളത്ത് നിന്ന് KSRTC ബസ്സിൽ കയറിയിട്ടാണ് തൃശ്ശൂർക്ക് പോകുന്നത്. അങ്ങനെ ഒല്ലൂർ ചേതന സ്റ്റുഡിയോൻ്റെ അവിടെ എത്തിയപ്പോൾ ഇറക്കണം എന്ന് പറയുന്നു. അവർ നമ്മളവിടെ ഇറക്കുന്നു. നമ്മൾ ഗേറ്റ് കടന്ന് നടന്നു പോകുന്നു. PKR പിള്ള സാർ അവിടെ ദൂരെ നോക്കിയിട്ടുണ്ട്. വിനയൻ സാറിനെ അവിടെ കാണാം. അവിടെ ഒത്തിരി പേരൊക്കെ കൂടിയിട്ടുണ്ട്. ഒരുപാട് പേര് കൂടിയിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങൾ കിടപ്പുണ്ട്, വണ്ടികൾ, കാറുകൾ, പലതരത്തിൽപ്പെട്ട കാറുകൾ നിരന്ന് കിടക്കുന്നു. അവിടെയാണ് ഈ സിനിമയിലെ നായകനും കൂട്ടുകാരനും കൂടെ ഒരു KSRTC ബസ് ഇറങ്ങി നടന്നു വരുന്നത്. അപ്പോൾ ഷിർദി സായി ഈ പറയുന്ന PKR പിള്ള സാറ് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അടുത്തെത്തിയപ്പോൾ ജയസൂര്യ, അയ്യോ മോനെ എവിടെ പോയിട്ട് വരുന്നു, ഞാനിവിടെയൊക്കെ അന്വേഷിക്കായിരുന്നല്ലോ, എവിടെ പോയിട്ട് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്നോ? അപ്പോൾ എങ്ങനെ വന്നു? വണ്ടി എവിടെ? വണ്ടി പോയി. ഏത് വണ്ടി? ഞങ്ങൾ ബസ്സിനാണ് വന്നത്, KSRTC ബസ്സിനാണ് വന്നതെന്ന് പറഞ്ഞു. ഷോക്ക് അടിച്ച പോലെ PKR പിള്ള നിൽക്കുന്നു. ഭയങ്കരമായിട്ട് വിനയൻ സാറിൻ്റെ മുഖത്തേക്ക്, വിനയ നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ, ഇതേ എങ്ങനെ വരണേ, നമ്മൾ അന്വേഷിക്കേണ്ടതല്ലായിരുന്നോ? അപ്പോൾ വിനയൻ സാർ ഉടനെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ വഴക്ക് പറയുന്നു, പടത്തിലെ ഹീറോ ഇങ്ങനെയാണോ വരേണ്ടത്, ഒരു കാറ് വിട്ടു കൊടുക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും ഈ ജയസൂര്യക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്നൊക്കെ പറയുമ്പോഴും എനിക്ക് ഒരു സുഹൃത്തെന്ന രീതിയിൽ വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സൂക്ഷിക്കേണ്ട ലാളിത്യം സൂക്ഷിക്കേണ്ട സമയത്ത് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളെന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ സമയത്തൊക്കെ നമുക്കൊരു ടാക്സി വിളിച്ചാൽ ഒരു കാശ് അതല്ല നമ്മളുടെ അന്നത്തെ ഒരു രീതി, അങ്ങനെയല്ല. അത്തരം സൗകര്യങ്ങളുമായിട്ട് ഞങ്ങൾ യൂസ്ഡ് അല്ല. അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫെസിലിറ്റി എന്താണോ അത് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ വിചാരിക്കാനുള്ള അന്നത്തെ ഒരു മനസ്സ്, അത് ആരും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നമുക്കറിയാം ഇതാരും ഒന്നും കാണാനൊന്നും പോകുന്നില്ല, നമ്മൾ എങ്ങനെ വന്ന് ഇറങ്ങിയെന്നൊന്നും. ഇപ്പോൾ PKR പിള്ള സാറ് കണ്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എങ്ങനെ വന്നെന്ന് ചോദിക്കുകയും അതിനെക്കുറിച്ച് ഇതാവുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇന്ന് ഈ ഫെഫ്കയും അസോസിയേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നെങ്ങാനും അങ്ങനെ ചെയ്താൽ നമ്മളെ അന്ന് അസോസിയേഷൻ പുറത്താക്കും. കാരണം 21 പേരുടെ ജോലിയാണ് നമ്മളന്ന് കളഞ്ഞിരിക്കുന്നത്. ടോട്ടൽ 21 പേർക്ക് ഞാനും ജയസൂര്യയും കൂടെ ഡബ് ചെയ്തു. ഇന്നും ഊമപ്പെണ്ണ് ഉരിയാടാ പയ്യൻ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ജയസൂര്യയുടെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും, സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അല്ലു അർജുൻ്റെ ശബ്ദം ഞാനായതുകൊണ്ട് എൻ്റെ ശബ്ദവും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.